വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ഇതേതാ നമ്മൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മുടെ 4 ചാപ്റ്ററാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാറുമാര് ഓരോന്ന് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ എന്റെ പൊന്നാര മക്കളോട് പറയാനുള്ളത്, ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ്സുകളുടെ താഴെ ഫീഡ്ബാക്ക് ഇടുക. പെട്ടെന്ന് വന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ, പെട്ടെന്ന് ലൈക്ക് അടിക്കാം. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് നേരിട്ട് തന്നെ പറയാം. നേരിട്ട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ഉള്ളവർ അതിലൂടെ മെസ്സേജ് അയച്ചാൽ മതി. ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ID. ഈ IDയിലൂടെ നിങ്ങൾ മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം. ഇറ്റ്സ് മീ VJR ഫ്രം സൈലം ലേണിംഗ്. നമുക്ക് ഏതാണ് ടോപ്പിക്, ഏതാണ് മാത്സിലെ കിഡിലൻ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാ, മാത്സിൽ 7ാം ക്ലാസ്സിൽ നിങ്ങൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരയ്ക്കാനുള്ളൊരു ചോദ്യം ഉറപ്പായും ചോദിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് 2 കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. 2 കോൺസെപ്റ്റാണ് മെയിൻ ഉള്ളത്. 2 കൂടുതൽ ഉണ്ടെങ്കിലും പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനമുണ്ട്. അതിൽ വരയ്ക്കാനുള്ള ഒരു സാധനമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ചിലപ്പോൾ വേറെ ടൈപ്പ്, അതായത് ചില സമയത്ത് വരയ്ക്കാനുള്ളത് ഡിഫറെന്റ് ഒരു രൂപങ്ങൾ, വലിയ വലിയ കുറെ ട്രയാങ്കിളും കുറെ ത്രികോണങ്ങളൊക്കെ ചേർന്ന രൂപങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രം എന്നിട്ട് ഇത് വരച്ചൂട് എന്നൊക്കെ പറയും. ഇനി അതല്ല, ചില ലെങ്ത്തുകൾ തരും. ലെങ്ത്തും അതുപോലെ ആംഗിൾസും തന്നിട്ട് ആ ആംഗിൾസും ലെങ്ത്തും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ട്രയാങ്കിൾസ് പോലുള്ള സാധനങ്ങൾ വരയ്ക്കേണ്ടി വരും. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരയ്ക്കാൻ ചോദിക്കാം. ആദ്യം എന്തെങ്കിലും ഒരു രൂപം, കുറെ ട്രയാങ്കിൾസ് കൂട്ടിച്ചേർത്തിട്ടുള്ള എന്തെങ്കിലും ഒരു രൂപം വരയ്ക്കാനായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കും എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ 3 സാധനങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി വേണം. സ്കെയില്, പ്രൊട്ടക്ടർ, അതുപോലെ തന്നെ കോമ്പസ്. ഈ 3 സാധനങ്ങൾ നിർബന്ധമായിട്ട് വേണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യനും പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞ കുഞ്ഞോനെ, ഈ ഒരു സാധനങ്ങൾ പഠിച്ചു നോക്കാം. എന്താണ് സമഭുജ ത്രികോണം? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാല് എന്തെന്നാ സമഭുജ ത്രികോണം? തുല്യവശങ്ങളുള്ള ഒരു ത്രികോണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സമഭുജ ത്രികോണം. അതായത് എ ട്രയാങ്കിൾ വിത്ത് ഈക്വൽ സൈഡ്സ് ഈസ് സെറ്റ് ടു ബി എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തെന്നാ? 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിന്റെ പേരാണെന്ത്? ഇക്വലാറ്ററൽ. 3 വശവും 3 കോണും തുല്യമാണെങ്കിൽ അതിന്റെ പേര് എന്തെന്നാണോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് കേട്ടോ. അപ്പൊ സാർ ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യം കൃത്യമായിട്ട് ചോദ്യത്തിനനുസരിച്ച് ഒന്ന് ചോദ്യം വായിച്ചേ. എന്താ പറഞ്ഞ മനസ്സിലായില്ല. ചോദ്യം ഒന്ന് നോക്കിയിട്ട് വായിക്കാനാ സാറ് പറഞ്ഞു കേട്ടോ. വശങ്ങളെല്ലാം 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കും. കുഞ്ഞോനെ ഇവിടെ ഇവര് പറയാണ് 6 സെന്റിമീറ്റർ നീളത്തിലുള്ള എന്ത് വേണം? ഒരു സമഭുജ ത്രികോണം വേണം. അപ്പൊ ആദ്യം ഇനി ഒരു കാര്യം മനസ്സിലാക്കി, ഒരു ലെങ്ത് ഒരു വശവും തന്നു. അങ്ങനെ ആ വശം തന്നിട്ടുണ്ടെങ്കിൽ ആ വശം വെച്ചിട്ടായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ ഡ്രോ എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പ്രത്യേകം പറയും. നമുക്ക് ഡ്രോ എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് 6 സെന്റിമീറ്റർ സൈഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 6 സെന്റിമീറ്റർ ലെങ്ത് വേണം എന്ന് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ചോദിക്കുകയാണ്, 6 സെന്റിമീറ്റർ ലെങ്ത് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും വരയ്ക്കുക? ആദ്യം തന്നെ നിങ്ങളെ സ്കെയിൽ എടുക്കുക. പെട്ടെന്ന് സ്കെയിൽ എടുക്കുക. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്കെയിലിൽ നിന്ന് 6 സെന്റിമീറ്റർ, 6 എവിടെയാണുള്ളത് അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കാം. ഞാൻ 6 സെന്റിമീറ്റർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ടേ. വെയിറ്റ്, ഇതാണ് എനിക്ക് കിട്ടിയ 6 സെന്റിമീറ്റർ എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ 6 സെന്റിമീറ്റർ എന്ത് ചെയ്യുക? താഴത്തെ എഴുതി വെക്കാം. ആർക്കും സംശയമില്ലല്ലോ? ഒന്നുമില്ല. സ്കെയിൽ എടുക്കുന്നു, പെൻസിൽ എടുക്കുന്നു, സ്കെയിലിൽ നേരെ 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. കിട്ടില്ല. എന്നിട്ട് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ കുഞ്ഞോനെ സമഭുജ ത്രികോണം? അതല്ലേ സാറ് കുറച്ചു നേരത്തെ പറഞ്ഞത്. 3 സൈഡ്സും 3 വശങ്ങളും തുല്യമാവുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? സമഭുജ ത്രികോണം. അപ്പൊ 3 വശം തുല്യമാണെന്ന് പറഞ്ഞിനി. അപ്പൊ 3 വശം തുല്യ ആയതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ എന്തെടുക്കണം? 6 സെന്റിമീറ്റർ തന്നെ എടുക്കണം. അപ്പൊ നിങ്ങളെ സ്കെയിൽ എടുക്കുക. ഞാൻ എന്റെ സ്കെയിൽ എടുത്തു കേട്ടോ. ഇതാണ് എന്റെ സ്കെയിൽ. ഞാൻ എന്റെ സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കോമ്പസ് ഉപയോഗിക്കുക. കോമ്പസ് ഒന്ന് നീട്ടിക്ക്. കോമ്പസ് സ്കെയിലിനോട് ചേർത്ത് വെച്ചിട്ട് 6 സെന്റിമീറ്റർ എടുക്കുക. എന്റെ 6 സെന്റിമീറ്റർ. ഈ 6 സെന്റിമീറ്റർ എടുത്താലും മതി. ഇത് 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തുക. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും കുത്തുക. എയിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം, ഒരു വര. അതുപോലെ ബിയിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന 2 ആർക്കില്ലേ, ചാപം, അതായത് ഇതാണ് ആ വരാന്ന് വിചാരിച്ചോ. കോമ്പസും സ്കെയിലും യൂസ് ചെയ്തിട്ട് 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് എയിൽ കുത്തി ഒരാർക്ക് വരച്ചു, ബിയിൽ കുത്തി ഒരാർക്ക് വരച്ചു. ആ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്തേ. ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഇത്ര പണിയുള്ളൂ. ഇതൊക്കെ 6 സെന്റിമീറ്റർ ആയിരിക്കും. 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊരു ഇക്വലാറ്ററൽ. ABC ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു കാര്യം കൂടെ പഠിച്ചോ, ഈ കോണുകളൊക്കെ തുല്യമായിരിക്കും കേട്ടോ.
സമഭുജ ത്രികോണത്തിന്റെ കോണുകളൊക്കെ തുല്യമായിരിക്കും. അത് 60 ഡിഗ്രി ആയിരിക്കും. എന്നാലല്ലേ 60 150 ആവുള്ളൂ. പഠിച്ചു വെച്ചോ. ഒരേ പൊളി ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യത്തില് സമഭുജ ത്രികോണം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാല് ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം 6 സെന്റിമീറ്റർ ഒരു വര വരയ്ക്കുന്നു. കോമ്പസും സ്കെയിലും യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ചാപം, ഇവിടെ കുത്തി, ഇവിടെ ചാപം, ഒരേ പൊളി ജോയിൻ ചെയ്യുന്നു 6 സെന്റിമീറ്റർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സമഭുജ ത്രികോണം വരയ്ക്കാൻ തന്നെയാണ്, പക്ഷെ ആ സെയിം സാധനം വേറൊരു വേവ് ലെങ്തിലൂടെ അവർ ചോദിച്ചതാ. ആ ചോദ്യം എന്താ നോക്ക്. ഡ്രോ എൻ ഇക്വലാറ്ററൽ വിത്ത് എ പെരിമീറ്റർ ഓഫ് 15. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 15 സെന്റിമീറ്റർ നീളം ഉള്ള പെരിമീറ്റർ, 15 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ചുറ്റുള്ള അളവ് എന്ന് പറയും. അവിടെ ഒരു ത്രികോണത്തിന്റെ പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആണെന്ന് പോലെ ചോദിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ സൈഡിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. ആദ്യം ഞങ്ങളോട് ചോദിക്കട്ടെ, എന്താ പെരിമീറ്റർ? ഇവിടെ ചുറ്റളവ് എന്ന് പറഞ്ഞെന്താ? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂടെ കൂട്ടിയാലുള്ളതാണ് ചുറ്റളവ്. ഇംഗ്ലീഷിൽ പെരിമീറ്റർ എന്ന് പറയും. ആ 3 സൈഡും കൂടെ കൂട്ടിയാലാണ് ചുറ്റളവ്, പെരിമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ 3 സൈഡും കൂടെ കൂട്ടിയാലാണ് ഈ പെരിമീറ്റർ. എത്രയാടാ? 15. ഇതൊരു സമഭുജ ത്രികോണല്ലേ? സമഭുജം, ഭുജം എന്ന് പറഞ്ഞ വശാണ്. നോക്കൂ, 3 വശങ്ങളും കൂടെ 15 ആണെങ്കിൽ ഒരു വശത്തായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിനി സമഭുജ ആണെങ്കിൽ 3 ഈക്വലാ, 3 വശം തുല്യ. അപ്പൊ ഒരു വശം കിട്ടണമെങ്കിൽ, ഒരു വശം 1 സൈഡ് കിട്ടണമെങ്കിൽ ആ 15നെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 3. കാര്യം 3 സൈഡ് ഈക്വൽ അല്ലേ? അതിൽ ഒരു വശം കിട്ടണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഈക്വൽ ആയതുകൊണ്ട് കേട്ടോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 5 സെന്റിമീറ്റർ ആയിരിക്കണം ഒരു സൈഡ്. എന്നാ 5 വരയ്ക്കുമ്പോ 5 ആകുമ്പോ 15 ആവൂലേ? ഓക്കെ, അപ്പൊ ഞാൻ 5 സെന്റിമീറ്റർ, ബാക്കിയൊക്കെ നേരത്തെ പോലൊക്കെ തന്നെ കുഞ്ഞോനെ. 5 സെന്റിമീറ്റർ സ്കെയിൽ എടുക്ക്, പെൻസിൽ എടുക്ക്, സ്കെയിൽ എടുക്ക്. എന്റെ സ്കെയിൽ ഇതാ ഞാൻ വെച്ചു. ശേഷം 5 എവിടെയാണോ ഉള്ളത് അവിടെ ഒരു വര വരച്ചു. 5 സെന്റിമീറ്ററിൽ ഞാനൊരു വര വരച്ചു. കിടിലം. ആ 5 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ സ്കെയിലും കോമ്പസും എടുക്കുക, സ്കെയിൽ എടുക്കുക, നേരെ ചേർത്ത് വെച്ച്, കോമ്പസ് സ്കെയിലിനോട് ചേർത്ത് വെച്ച് എവിടെയാണോ 5 സെന്റിമീറ്റർ, ഇതാ കണ്ട എന്റെ കോമ്പസ്, ആ 5 സെന്റിമീറ്റർ എവിടെയാണുള്ളത് ആ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് എയിൽ കുത്തി ഇവിടെ ചാപം. മനസ്സിലായോ? എയിൽ കുത്തി എവിടെ ഒന്നുകൂടെ പറയാം. എയിൽ കുത്തി ഇവിടെ ചാപം വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക? അതാ ഇവിടെ കുത്തുന്നു, ഇവിടെ ആർക്ക്. അതുപോലെ ഇവിടെ കുത്തുന്നു, ഇവിടെ ആർക്ക്. ആ കൂട്ടിമുട്ടുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ആർക്ക് വലുതാക്കണം കേട്ടോ. അവിടെ കുത്തി, ഇവിടെ ആർക്ക്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തേ. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. ഇതൊക്കെ 5 സെന്റിമീറ്റർ ആയിരിക്കും. കാര്യം കോമ്പസ് നമ്മൾ 5 അപ്പൊ ഇതും 5, ഇതും 5. അപ്പൊ എങ്ങനെ പെരിമീറ്റർ 15 ആവുന്ന ചോദിച്ചാൽ നോക്ക്, ചുറ്റളവ് ഇത് 3 കൂടെ കൂട്ടിയാൽ മതി 15. ഇത് 3 ഒരേപോലെയുള്ള വശമാണ്. കാര്യം ഇവിടെ ഏത് ത്രികോണം വരയ്ക്കാനാ പറഞ്ഞത്? സമഭുജം, ഇക്വലാറ്ററൽ. അതുകൊണ്ടാണല്ലോ ഈക്വൽ ആക്കുന്നത് കേട്ടോ. അപ്പൊ നേരത്തെ ചോദ്യം ഒരു സൈഡ് തന്നിരുന്നു, ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ ഒരു വശം തന്നിരുന്നു. പക്ഷെ ഈ ചോദ്യത്തിൽ വശം തന്നില്ല. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു. എവിടുന്ന്? പെരിമീറ്ററിൽ നിന്ന് ആ വശം സൈഡ് കണ്ടുപിടിച്ചു. എങ്ങനെയാ? 3 സൈഡാണ് ത്രികോണത്തിനുണ്ടാവുക. അപ്പൊ ഒരു സൈഡ് ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അതുകൊണ്ട് 15നെ 3 എണ്ണമായിട്ട് മുറിച്ചു. അപ്പൊ 3 എണ്ണമായിട്ട് മുറിക്കാറ് 5. ആ 5 കോമ്പസിൽ എടുത്ത് ഇവിടേക്ക് ആർക്ക്. നമ്മുടെ 5 സെന്റിമീറ്റർ തുല്യമുള്ള 3 വശങ്ങളുള്ള സമഭുജ ത്രികോണം. എങ്ങനെയുണ്ട്? പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് സാറ് ഇപ്പൊ പഠിപ്പിച്ചത്. സമഭുജ ത്രികോണം മാത്രമല്ല, അടുത്ത വീഡിയോയിൽ ഞാൻ സാധാരണ ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കാന്നും കൂടെ സാറ് പഠിപ്പിച്ചത്. അടിപൊളിയല്ലേ നിങ്ങള്? അപ്പൊ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ താഴെ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചു നോക്കണം. കാര്യം അത്രയും കഷ്ടപ്പെട്ട് സാറ് ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലേ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടാണ്ട് എങ്ങനെയാ സാറ് എന്ത് ചെയ്യുക? ക്ലാസ് എടുക്കുക. ലൈക്ക് മാത്രം പോരാ, താഴെ കമന്റ് സെക്ഷനിൽ സാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ കമന്റ്സ് വായിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ ഫീഡ്ബാക്ക് ഇടുക കേട്ടോ. ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സാറ് 7ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന നിങ്ങളുടെ ഒരുപാട് പേരുടെ കമന്റ്സ് കണ്ടിട്ടാണ്. അപ്പൊ അടിപൊളിയായിട്ട് ഒരേപൊളിയായിട്ട് താഴെ കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാം. സാറ് റീപ്ലേ ഒക്കെ തരാൻ വേണ്ടി നോക്കാം. പിന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ സാറോട് എന്ത് ചെയ്യണം? പറയണം കേട്ടോ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ചെയ്താൽ മതി. ഈ ഒരു ഐഡിയിലൂടെ നിങ്ങൾ പറഞ്ഞാൽ മതി. വിഷ് യു ആൾ ദി ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് വീണ്ടും വരും. അപ്പൊ താഴെ സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. മറ്റൊരു ക്ലാസ്സിൽ സാറ് വീണ്ടും വരാം. ഇറ്റ്സ് മീ BGR ഫ്രം സൈലന്റ് ലേണിംഗ്.